കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. ആദ്യം നെട്ടൂർ മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. മാർക്കറ്റിന് പുറകുവശത്തെ പുൽത്തകിടിയിലാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തെ ഗോഡൌണുകളിലേക്ക് തീ പടരുന്നത് തടയാൻ ശ്രമം തുടരുകയാണ്. അല്ലമീൻ നൽകും വിവരങ്ങൾ. അമീൻ, എങ്ങനെയാണ് തീപിടിച്ചത്? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? വിനിത, തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ പല ഭാഗങ്ങളിലും ഇപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നെട്ടൂർ മാർക്കറ്റിന് പിൻഭാഗത്ത് പുൽത്തകിടി, അത് വ്യാപകമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ വൈക്കോൽ കൂനയുണ്ടായിരുന്നു. ആ വൈക്കോൽ കൂനയ്ക്കാണ് ആദ്യം തീ പിടിച്ചത്. അതിനുശേഷം പിന്നീട് തീ ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ പുൽത്തകിടിയിലേക്ക് വ്യാപിക്കുകയും ആളിപ്പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ചുട്ടുപൊള്ളുന്ന ചൂടാണ്, ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം തീ പിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇത് മാത്രമല്ല, ഈ മാർക്കറ്റിലെ നിരവധി ഗോഡൌണുകൾ ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട്. തീ പടർന്ന് അവിടേക്കൊക്കെ വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായിരുന്നു ആദ്യം ഫയർഫോഴ്സ് പ്രാധാന്യം നൽകിയത്. ഏതായാലും അത് വിജയിച്ചിരിക്കുന്നു. നമുക്ക് കാണാം, നിരവധി ഈ പ്ലാസ്റ്റിക് ടിന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് ഈ മാർക്കറ്റിലേക്ക് വന്ന ഫ്രൂട്ട്സ് പലതും ഈ ഭാഗത്താണ് സംഭരിച്ചു വെച്ചിരുന്നത്. അതെല്ലാം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതലിടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഏരിയ നല്ല രീതിയിൽ കത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 5 മിനിറ്റിനകമാണ് ഈ തീ പടരുകയും അത് തീ പിടിക്കുകയും അതുപോലെ തന്നെ തീ വലിയ ഏരിയയിലേക്ക് പടരുകയും ചെയ്തത്. എന്നാൽ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഇപ്പോഴും തീ പൂർണ്ണമായും അണച്ച സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പലയിടങ്ങളിലും പുകയും തീച്ചുരുളുകളും ഒക്കെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാനാകും. ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് തീ അണയ്ക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം തീർന്ന മറ്റ് യൂണിറ്റുകളൊക്കെ വെള്ളം നിറച്ച് വീണ്ടും വന്ന് ഇവിടെ തന്നെ തുടരുന്നുണ്ട്, ഈ ദൗത്യത്തിൽ തുടരുന്നുണ്ട്. കാരണം തീ പൂർണ്ണമായും അണച്ചെങ്കിലും ഒരുപക്ഷെ വീണ്ടും അത് കത്തിപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പല ഭാഗത്തും ഈ പുൽത്തകിടി വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീ അണച്ചെങ്കിലും പലയിടങ്ങളിൽ ഇപ്പോഴും പുകയും തീച്ചുരുളുകളും ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണച്ച് മറ്റൊരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ആദ്യം വെള്ളം ചീറ്റിയ ഭാഗത്തു നിന്ന് തന്നെ വീണ്ടും പുകയും തീയും ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നല്ല ചൂടുമുണ്ട്, കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ വീണ്ടും തീ പടരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സൂചിപ്പിച്ചതുപോലെ ഈ പല കടകളുടെയും ഗോഡൌണുകൾ ഉൾപ്പെടെ സമീപത്തുണ്ട്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ കടകൾ ഏതെങ്കിലും ഒഴിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? നിലവിൽ അത്തരമൊരു ആശങ്കയില്ല. പക്ഷേ ആദ്യ മണിക്കൂറിൽ ആശങ്ക വ്യാപകമായിട്ടുണ്ടായിരുന്നു. കാരണം ഈ കാറ്റിന് എതിർദിശയിലേക്ക് തീ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കടകളും ഗോഡൌണുകളും ഒക്കെ ഉള്ള ഭാഗത്തേക്കാണ് കാറ്റ് വീശിക്കൊണ്ടിരുന്നത്. അവിടേക്കായിരുന്നു തീ പെട്ടെന്ന് ആളിപ്പടർന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിറ്റുകൾ കൊണ്ട് തീ പടർന്നത് ആ രീതിയിലായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ തന്നെ നിന്നിരുന്നുവെങ്കിൽ, നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഗോഡൌണുകൾ മാത്രമല്ല, നിരവധി വാഹനങ്ങളും ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്നിരുന്നുവെങ്കിൽ പൊട്ടിത്തെറി ഉൾപ്പെടെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ രീതിയിൽ ആശങ്ക ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ആ ആശങ്ക മാറിയിരിക്കുന്നു. ഇപ്പോൾ തീ പൂർണ്ണമായും നമുക്ക് നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെ പറയാം. പക്ഷെ അപ്പോഴും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തീ കെടുത്തിയ ശേഷം 4 യൂണിറ്റ് ഫയർഫോഴ്സ് നിന്ന് തീ കെടുത്തിയ ശേഷം പലയിടങ്ങളിൽ വീണ്ടും തീച്ചുരുളുകൾ ഉയരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പല ഭാഗത്തും ഇപ്പോഴും ഇങ്ങനെ പുകഞ്ഞ് നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. അതുകൊണ്ട് വീണ്ടും ഒരു തീ ആളിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷെ അത് തടയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നോക്കുന്നത്. മാത്രമല്ല, പ്രദേശവാസികൾ ഉൾപ്പെടെ തീ അണയ്ക്കുന്നതിന് വേണ്ടി, മാർക്കറ്റിലെ ജീവനക്കാർ ഉൾപ്പെടെ തീ അണയ്ക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നല്ല ചൂടും കാറ്റുമായതുകൊണ്ട് തന്നെ മാത്രമല്ല, തീ ചെറിയൊരു തീ പിടിച്ചാൽ തന്നെ അത് വ്യാപകമായി കത്തിപ്പടർന്ന് പിടിക്കുന്നതിനുള്ള സാധ്യതയുള്ള വസ്തുക്കളൊക്കെയാണ് കൂടുതലും ഈ പരിസരത്തും ഈ മാർക്കറ്റിനകത്തുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ആ ഒരു ആശങ്ക കെട്ടടങ്ങിയിരിക്കുകയാണ്. ഈ പറഞ്ഞ ഗോഡൌണുകൾ ഒഴിപ്പിക്കുകയോ ആളുകളെ മാറ്റുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനാകുന്നതും റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. പക്ഷേ ആദ്യ മണിക്കൂറിൽ അതായിരുന്നില്ല സ്ഥിതി. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തീ പിടിക്കുന്നു. അത് തീ ആളിപ്പടരുന്നൊരു സാഹചര്യം, വ്യാപകമായി പടരുന്നൊരു സാഹചര്യം. അതും കാറ്റുകൂടി ശക്തമായതോടെ ഈ ഗോഡൌണുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള ഭാഗത്തേക്ക് തീ പടർന്നു വരുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി അതെല്ലാം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ അപ്പോഴും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ എപ്പോഴും തീച്ചുരുളുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണാം. പക്ഷേ അതിനി പടർന്നു പോകില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അവരുടെ നിരീക്ഷണവും അവരുടെ ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ തീ വ്യാപിക്കാനുള്ള സാധ്യതയൊക്കെ കെടുത്തുകയാണ്. നമുക്കിപ്പോൾ കാണാം, ഈ മാർക്കറ്റിന്റെ പുറകുഭാഗം ഏതാണ്ട് നല്ലൊരു ഭാഗം കത്തി നശിച്ചിട്ടുണ്ട്. അതിനങ്ങോട്ടൊക്കെ ഈ വയലും അതുപോലെ തന്നെ പുൽത്തകിടിയൊക്കെയാണ്, ഉണങ്ങി നിൽക്കുന്ന പുൽത്തകിടിയാണ് കൂടുതലും. അതോടൊപ്പം ഈ മാർക്കറ്റിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവരുന്നത് നമുക്കറിയാം, സാധാരണ ഈ വൈക്കോലുകളിൽ പൊതിഞ്ഞൊക്കെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള വൈക്കോൽ കൂനകളും ഈ മാർക്കറ്റിന്റെ ബാക്ക് വശത്തുണ്ടായിരുന്നു. അവിടെയാണ് ഈ പഴങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെയാണ് തീ പിടിച്ച് ഉരുകി ഒലിച്ചൊക്കെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലും പുകയും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ?
ഇങ്ങനെ പലയിടത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീയും പുകയും ഇപ്പോഴും ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. ഈ നിലവിൽ ഉയരുന്ന പുകയും തീയും ഒക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അണച്ചിട്ട് മാറുമ്പോൾ കാറ്റ് ശക്തമായി നിൽക്കുന്നത് കൊണ്ട് വീണ്ടും തീ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു ഭാഗത്തും തീച്ചുളകൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യം കാണാം. നല്ല ചൂടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കാറ്റുമുണ്ട്. ഈ പുക ഇങ്ങനെ നല്ല കാറ്റ് കൂടി അടിക്കുമ്പോൾ അത് തീയായി മാറുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും ഉള്ളത്. ഏതായാലും അതിന് ഇനിയൊരു ആശങ്കയിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഇനി തീ അങ്ങനെ കത്തിയാലും അത് പടർന്നു പിടിക്കാൻ സാധ്യത വസ്തുക്കളൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല സമീപത്തെ പുൽത്തകടിയൊക്കെ വെള്ളം നനച്ചിടുകയും ചെയ്തിട്ടുണ്ട്. കരിഞ്ഞുണങ്ങി നിന്ന പുൽത്തകടിയൊക്കെയാണ്. തീയുടെ ഒരു ചെറിയൊരു സ്പാർക്ക് വന്നാൽ പോലും പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വെള്ളം നനച്ച് ഫയർഫോഴ്സ് ഇപ്പോഴും വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു തീ ആളി കത്താതിരിക്കാനും തീ വ്യാപിക്കാതിരിക്കാനുമുള്ള ഒരു ഇടപെടൽ ആ രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ടിന്നെല്ലാം കത്തി നശിച്ച് ഉരുകിയൊലിച്ച് കിടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. സമീപത്ത് തന്നെ 2 ലോറിയും ഓട്ടോറിക്ഷയും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന വാഹനങ്ങളാണ്. മറ്റു വാഹനങ്ങളും ഉണ്ടായത്. അപ്പോൾ നേരത്തെ ഈ തീ ആളി പടർന്നൊരു സാഹചര്യത്തിൽ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കിയെങ്കിലും പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം ഈ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ ഉള്ള ഒരു സാഹചര്യത്തിൽ തീ നേരത്തെ തീപിടുത്തം ഉണ്ടായപ്പോഴും അത് ആളി പടർന്നപ്പോഴും അതേ നിലയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെയുള്ള ചില ജീവനക്കാരോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? സംസാരിക്കാൻ തയ്യാറല്ല. പലരും ഈ വിവരം അറിഞ്ഞ് സമീപത്ത് നിന്നൊക്കെ ഓടി വന്നവരാണ്. രക്ഷാപ്രവർത്തകരായിട്ടും മറ്റും ഈ ജീവനക്കാരും അല്ലാതെ കടകളിലുള്ള ആളുകളും തൊഴിലാളികളും സാധനം വാങ്ങാൻ വന്ന ആളുകളും ഒക്കെയുള്ളവർ ഓടിയെത്തിയാണ് ഈ തീ അണയ്ക്കുന്നതിന് അവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയം തന്നെയാണ്. ആശങ്കയുടെ ഒരു സാഹചര്യം ഒഴിവായിട്ടുണ്ട്. പക്ഷേ ആദ്യ മണിക്കൂറിൽ നല്ല രീതിയിലുള്ള തീ, അത് മിനിറ്റുകൾ കൊണ്ടാണ് തീ കത്തിയതും അത് ആളിപ്പടർന്ന് വ്യാപിച്ചു വരികയും ചെയ്തത് മിനിറ്റുകൾ കൊണ്ടായിരുന്നു. പെട്ടെന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ആദ്യം 2 യൂണിറ്റ് എത്തുന്നു. അതിന് പിന്നാലെ മറ്റ് 2 യൂണിറ്റുകൾ കൂടി എത്തിയാണ് തീ കെടുത്തിയത്. ഇപ്പോൾ 3 യൂണിറ്റാണ് ഈ തീ കെടുത്തുന്നതിനും പുക കെടുത്തുന്നതിനും കൂടുതലിടങ്ങളിലേക്ക് വെള്ളം തളിച്ച് ഈ ഉണങ്ങി നിൽക്കുന്ന പുല്ലൊക്കെ ആ രീതിയിൽ തീ പിടിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 3 യൂണിറ്റ് ഫയർഫോഴ്സുകളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. വിനിത, അമീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് തീ പടർന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അത് സ്വാഭാവികമായും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അമീൻ സൂചിപ്പിച്ചതുപോലെ ഈ വൈക്കോലൊക്കെ കൂട്ടിയിടുന്നതാണ്. പ്രത്യേകിച്ച് ഈ പഴങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നത് വൈക്കോലുകളിലായിരിക്കും. അതിങ്ങനെ മാർക്കറ്റിന് പിറകുവശത്ത് കൂട്ടിയിടുന്നതാണ്. അത് പല മാർക്കറ്റുകളിലും അങ്ങനെ തന്നെയാണ്. ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കാറ്റുകൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഇത്തരം തീപിടുത്തമോ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളോ അപകട സാധ്യത മുൻകരുതൽ വേണമെന്ന സൂചന തന്നെയാണല്ലേ ഇത് നൽകുന്നത്? ഉറപ്പായിട്ടും ഈ ചൂട് സമയത്ത് പാലിക്കേണ്ട പല നിയന്ത്രണങ്ങളും പല നിബന്ധനകളും മാനദണ്ഡങ്ങളും ഒക്കെ ജില്ലാ ഭരണകൂടവും മറ്റുമൊക്കെ അറിയിക്കാറുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. അതൊക്കെ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനുള്ളൊരു സൂചന കൂടിയാണ് ഈ സംഭവം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചുട്ടുപൊള്ളുന്ന ചൂട്, എറണാകുളത്തൊക്കെ ഈ വലിയ ചൂട് വ്യാപിച്ചു നിൽക്കുന്ന പട്ടികയിലുള്ള സ്ഥലങ്ങളാണ് എറണാകുളമൊക്കെ. അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ജാഗ്രത കൂടുതൽ വേണമെന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വൈക്കോൽ കൂന അത് നനഞ്ഞു കിടക്കുന്നത്, കത്തിച്ചാമ്പലായി കിടക്കുന്നതാണ്. അവിടേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ അവിടെ ഉണ്ട് താനും. ഇതെല്ലാം പഴുക്കാനും മറ്റുമൊക്കെ കൊണ്ടിട്ടേക്കുന്നതും ഈ രീതിയിലാണ്. വൈക്കോൽ കൂനകളിൽ പൊതിഞ്ഞൊക്കെ സാധാരണ ഇടാറുണ്ട് പലയിടങ്ങളിലും. ആ രീതിയിലൊക്കെ കിടന്ന സ്ഥലത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ ചൂട് കൂടി ഒരു ഉണങ്ങിക്കിടന്ന വൈക്കോലും മറ്റും തീപിടിച്ചതാണോ, ഇനി മറ്റേതെങ്കിലും തരത്തിൽ തീപ്പൊരി വന്നതാണോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ നെട്ടൂർ മാർക്കറ്റിന്റെ പിറകുവശത്തെ പുൽത്തകിടിയിലാണ് തീപിടുത്തം ഉണ്ടായത്. സമീപത്തെ ഗോഡൌണുകളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. തീ